ഇസാന്റെ ബുക്ക് കളക്ഷൻ നമ്മൾ എന്ത് ചെയ്യും? ലാസ്റ്റ് കാണിക്കും. ലാസ്റ്റ് കാണിക്കുന്നതായിരിക്കും. എന്റെ കളക്ഷൻ നോക്കാം. ഇതൊക്കെ വായിക്കോ? ഒരു വീട്ടിൽ താമസിച്ചു. ഇതെന്റെ ഫേവറേറ്റ്. കുറുക്കനെ തേനീച്ച് ഒത്തുന്ന ഏറ്റവ. പിന്നെ അടുത്തെന്ന് പറയുന്നത് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയിട്ടുള്ള ബുക്കാണ്. അതാണ് നമുക്ക് ഏറ്റവും ഇഷ്ടം. അതിൽ ഫസ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് ഇതാണ്, നവാബ് രാജേന്ദ്രൻ. അപ്പം ഇത് ഗിഫ്റ്റ് കിട്ടിയെന്നല്ല, ഞാൻ വാപ്പിയുടെ നിന്ന് അടിച്ചു മാറ്റിക്കൊണ്ട് വെച്ചതാണ്. വീട്ടിൽ നിന്ന് ഞാൻ എടുത്തുകൊണ്ട് വന്ന ബുക്ക്. വാപ്പി വായിച്ച് അവിടെ വെച്ചിരുന്നത് ഞാൻ എടുത്തുകൊണ്ട് വന്ന ബുക്കാണ്. ഇതുവരെ വായിച്ചിട്ടില്ല, വായിക്കാൻ ഇതുവരെ ഇൻട്രസ്റ്റ് ഉണ്ട്. ഇത് എടുത്തുകൊണ്ട് വന്നതെന്ന് പറഞ്ഞാൽ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എടുത്തുകൊണ്ട് വന്ന ബുക്കാണ്. ഇതുവരെ ഇത് വായിച്ചിട്ടില്ല, വായിക്കാനൊരു ഇൻട്രസ്റ്റ് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇതിനകത്ത് കൂടുതലും എന്താ, ഈ കേസ് ഫയൽസ് ഒക്കെ ഉണ്ടല്ലോ, ഓരോ കേസ് അതിനകത്ത് കറക്റ്റ് ഇങ്ങനെ സെക്ഷൻസ് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വേർതിരിച്ച് തന്നെ എഴുതിയിട്ടുണ്ട്. മലയാളം പ്ലസ് ഇംഗ്ലീഷ് ഉണ്ട്. ബാക്കിൽ മലയാളം, അല്ല ഫ്രണ്ടിൽ മലയാളം, ബാക്കിൽ ഇംഗ്ലീഷ്, അങ്ങനെ ഉണ്ട്. പിന്നെ നെക്സ്റ്റ് ബുക്കാണ് സ്നേഹം. നമ്മുടെ അഞ്ചൽ താജിൻ്റെ സ്നേഹം എന്ന് പറയുന്ന ബുക്ക്. ഈ ബുക്ക് എനിക്ക് ലാസ്റ്റ് ബർത്ത്ഡേക്ക് എൻ്റെ അനിയത്തി പാത്തു എനിക്ക് ഗിഫ്റ്റ് ചെയ്ത ബുക്കാണ്. ഇതുവരെ ഇത് വായിച്ചിട്ടില്ല, വായിക്കണം എന്ന് വിചാരിക്കാം. എന്നിട്ട് അവൾ ഇത് ഇവിടെ എടുത്തുകൊണ്ട് പോയിട്ട് വായിച്ചിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരിയും ബുക്ക് വായിക്കുന്ന ആളാണ്. അവൾ ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയിട്ട് വായിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഇതുവരെ ഇത് വായിച്ചില്ല, വായിക്കണം, ടൈം കിട്ടിയിട്ടില്ല വായിക്കാനായിട്ട്. ഇത് അവൾ എനിക്ക് ഈ ലാസ്റ്റ് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ചെയ്ത ബുക്കാണ് ഈ ബുക്ക്. പിന്നെ ഈ ബുക്കിൻ്റെ കാര്യം പറയണ്ടല്ലോ, ഇത് എല്ലാവർക്കും അറിയാവുന്ന നിമ്ന വിജയൻ്റെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വായിച്ചിട്ടുള്ള ബുക്ക്. ഐ മീൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് ബുക്ക് വായിക്കാത്തവരാണെങ്കിൽ പോലും ഈ ഒരു ബുക്ക് എന്തായാലും എല്ലാവരും ഒരു തവണയെങ്കിലും, ഇതും നമ്മുടെ റാം കെയർ ഓഫ് ആനന്ദിയും എന്തായാലും ഒരു തവണയെങ്കിലും വായിച്ചിട്ടുണ്ടായിരിക്കും. ഈ ബുക്കും ആ ടൈമിൽ എനിക്ക് കഴിഞ്ഞ ബർത്ത്ഡേക്ക് അലീന, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അലീന എനിക്ക് ഗിഫ്റ്റ് ചെയ്ത ബുക്കാണ്. അപ്പോൾ തന്നെ വായിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് എൻ്റെ കയ്യിൽ നിന്ന് കുറേ പേർക്ക് കൊടുത്തിട്ടുണ്ട്, ഷെയർ ചെയ്ത് കൊടുത്തിട്ട് കറങ്ങി എനിക്ക് ഇപ്പോഴാണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ ഏറ്റവും വലിയ ഗുഡ് ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഇപ്പം ഇറങ്ങിയിട്ടുണ്ട്, കവർ പേജ് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ സെയിലിന് ഇട്ടിട്ടുണ്ട്, പ്രീ ബുക്കിങ്ങിന് വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. ഏറ്റവും പ്രിയപ്പെട്ട നിന്നോട് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ കവർ പേജൊക്കെ ഞാൻ കണ്ടായിരുന്നു. നിമ്ന വിജയൻ്റെ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ പുള്ളിക്കാരി പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നു. ഒരു പിങ്ക് കളറിലുള്ള ഒരു കവർ പേജ് ഇതിൻ്റെ മെയിൻ ഒരു അട്രാക്റ്റീവ് സംഭവമാണ്. ഈ സംഭവം തന്നെ ഇതുപോലെ തന്നെ ഭയങ്കര ക്യൂട്ട്, നമുക്ക് അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു കവർ പേജാണ്. സെക്കൻഡ് വേർഷനും അല്ലെങ്കിൽ വോളിയം 2ഉം ഏറ്റവും പ്രിയപ്പെട്ട നിന്നോട്. അപ്പോൾ പ്രീ ബുക്കിംഗ് തന്നെ ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സൈറ്റിലൊന്നും അങ്ങനെ കിട്ടാനില്ല. ഇറങ്ങിയിട്ട് എന്തായാലും ഒന്ന് വാങ്ങിക്കണം, ഒന്നെങ്കിൽ ഡയറക്റ്റ് പോയി വാങ്ങിക്കണം. എന്തായാലും കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് കയ്യിൽ കിട്ടും. ഇത് വായിച്ചവർക്ക് അത് വാങ്ങിക്കാനുള്ളൊരു ത്വര കാണും. കാരണം ഇതിൻ്റെ ഒരു എൻഡ് എന്ന് പറയുമ്പോൾ അങ്ങനെയാണ്. ഇനി നെക്സ്റ്റ് എന്തായി കാണും എന്നൊരു തോട്ട് നമുക്ക് ഇട്ട് തരുന്നൊരു സംഭവമാണ്. അപ്പം എന്തായാലും അത് നമുക്ക് വാങ്ങിക്കാനായിട്ട് തോന്നും. ഇത് വാങ്ങിച്ച് ഫിനിഷ് ചെയ്തവർക്ക് ആ ബുക്ക് എന്തായാലും വാങ്ങിക്കാനായിട്ട് തോന്നും. അപ്പോൾ എനിക്കത് വാങ്ങിക്കണം. നെക്സ്റ്റ് 2 ബുക്ക് എന്ന് പറയുന്നത് ഇതെൻ്റെ കസിൻ എനിക്ക് ഗൾഫിൽ നിന്ന് വന്നപ്പോഴത്തേക്ക് കൊണ്ടുവന്ന്, അവൻ അവിടെ ബുക്ക് കളക്ഷൻ ഉണ്ട്, വായിക്കാറുണ്ട്. അപ്പോൾ വായിച്ച് തീർത്ത ബുക്ക് അവിടെ വെച്ചിട്ട് വരാണ്ട് അതിങ്ങ് എടുത്തുകൊണ്ട് വരും, എന്നിട്ട് എനിക്ക് തരും. അപ്പം ആ 2 ബുക്കാണിത്. എനിക്ക് ഇവിടെ ഇപ്പം നിലവിൽ റീഡിങ്ങിന് ഫാമിലീൻ്റെ അകത്ത് റീഡിങ്ങിന് ഒരു പാർട്ട്ണർ അല്ലെങ്കിൽ ഒരു ഇതായിട്ടുള്ളത് ഒന്ന് അജി എൻ്റെ കസിൻ, പിന്നെ 2 എന്ന് പറയുന്നത് പാത്തു എൻ്റെ സിസ്റ്റർ. നേരത്തെ വായന തുടങ്ങിയ ആ ഒരു ടൈം, റീഡിങ് സ്റ്റാർട്ട് ചെയ്ത ഒരു ടൈമിൽ ഞാൻ മാത്രമുള്ളായിരുന്നു. ഇപ്പോൾ എല്ലാവരും ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു കുട്ടി റീഡറുണ്ട്, ഇസാൻ്റെ ബുക്ക് കളക്ഷൻ നമ്മൾ ലാസ്റ്റ് കാണിക്കും. ഇസാൻ്റെ ബുക്ക് കളക്ഷൻ നമ്മൾ എന്ത് ചെയ്യും? ലാസ്റ്റ് കാണിക്കും. ലാസ്റ്റ് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത് 2 ബുക്ക് എന്ന് പറയുന്നത് സെൽഫ് ഹെൽപ്പ് ബുക്കാണ്. ഒന്നാമത്തെ ദ പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ്, ഇതെല്ലാവരും കണ്ടു കാണും. ഇത് ജോസഫ് മർഫീൻ്റെ ദ പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ്. ഇത് കുറച്ച് അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ബുക്കാണ്, സെൽഫ് ഹെൽപ്പ് ബുക്കാണ്. എനിക്ക് ഈ സെൽഫ് ഹെൽപ്പ് ബുക്ക് അങ്ങനെ വായിക്കലധികം ഇല്ല. ഞാൻ വായിച്ചിട്ടുള്ളൊരു സെൽഫ് ഹെൽപ്പ് ബുക്ക് എന്ന് പറയുന്നത് ആറ്റിറ്റ്യൂഡ് ഈസ് എവറിത്തിങ്, ജെഫ് കെല്ലറിൻ്റെ ആറ്റിറ്റ്യൂഡ് ഈസ് എവറിത്തിങ് എന്ന് പറയുന്ന ബുക്കാണ്. അത് അത്യാവശ്യം നല്ല ബുക്കാണ്, പെട്ടെന്ന് വായിച്ച് തീർക്കാൻ പറ്റിയ ബുക്കാണ്. അത് എൻ്റെ അടുത്ത് ആരോ ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വേസ്റ്റ് ബുക്കാണെന്നാണ് പറഞ്ഞത്. പക്ഷെ ഞാൻ അങ്ങനെ ഒരു മൈൻഡ് വെച്ചിട്ട് അത് വായിക്കാണ്ടിരുന്ന് കുറേ നാളത് അങ്ങനെ വെച്ചിട്ട് ചുമ്മാ ഇരുന്നപ്പോഴത്തേക്ക് വായിക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്ത് വായിച്ച ബുക്കാണ്. അപ്പം എനിക്ക് മനസ്സിലായി നമ്മൾ വേറൊരാൾ പറഞ്ഞിട്ട് ജഡ്ജ് ചെയ്തത് നമ്മൾ നമ്മുടെ പെർസ്പെക്റ്റീവിൽ തന്നെ ഒരു ബുക്ക് വായിക്കണം. അപ്പോൾ വേറൊരാളത് കൊള്ളത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് വായിക്കാതിരിക്കരുത്, നമ്മൾ വായിക്കണം. നമുക്ക് വായിച്ചിട്ട് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ മാത്രം അതിനെ പറ്റിയിട്ട് പറയുക. അപ്പോൾ ആറ്റിറ്റ്യൂഡ് ഈസ് എവരിത്തിങ് എൻ്റെ കയ്യിലില്ല, ഞാനത് ആ ബുക്ക് എക്സ്ചേഞ്ചിൽ കൊടുത്തപ്പോഴത്തേക്ക് കൊടുത്താണ്.
അപ്പം ആ ബുക്ക് നല്ലതാണ്. ഇത് വായിച്ചിട്ടില്ല, വായിക്കണം. എനിക്ക് പനി, അതുകൊണ്ടാ ചുമക്കുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇക്കിഗായി ആണ്. ഇതിന്റെ ഇംഗ്ലീഷ് വേർഷൻ ആയിരുന്നു എനിക്ക് വേണ്ടിയിരുന്നത്. പിന്നെ അവൻ്റെ കയ്യിൽ മലയാളം മാത്രമേ ഉള്ളായിരുന്നു, അത് എനിക്ക് കൊണ്ടുവന്നതാണ്. ജാപ്പനീസ്, അവരുടെ ഹാപ്പിനെസ്സിന്റെ രഹസ്യം, സീക്രട്ട് എന്നൊക്കെ പറയുന്ന ആ ഒരു ടൈപ്പ് ഓഫ് ബുക്ക്. നെക്സ്റ്റ് വന്നിട്ട് അനിത നായരുടെ ലേഡീസ് കുപ്പേ എന്ന് പറയുന്ന ബുക്കാണ്. ഇതും എൻ്റെ ഫ്രണ്ട് ഹബീബ എനിക്ക് ബർത്ത്ഡേക്ക് തന്നൊരു ഗിഫ്റ്റാണ്. അവളിത് പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു PGക്ക് പഠിക്കുന്ന സമയത്ത്. ഇത് എന്താ പറയുക, 4 തോന്നുന്നു, 4 വുമൻ്റെ കഥ പറയുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്റ്റോറീസ് ആണ്. 4 പേരുടെ സ്റ്റോറീസ് ആണ് ഞാൻ ഈ ഒരൊറ്റ ബുക്കിലൂടെ പറയുന്നത്. അനിത നായരുടെ ഒട്ടുമിക്ക എല്ലാ ബുക്സും നല്ല ഫേമസ് ബുക്സ് ആണ്. അനിത നായരുടെ ലേഡീസ് കൂപ്പേ എന്ന് പറയുന്നത്. ഇതും മറ്റേതിൽ അജി എനിക്ക് കൊണ്ടുവന്ന 2 ബുക്സ് എന്ന് പറഞ്ഞില്ലേ, ഇക്കിഗായി പ്ലസ് ദ പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ കൂടെയുള്ള ബുക്കാണ് ദ ഫിയർ എന്ന് പറയുന്നത്. എനിക്ക് ത്രില്ലേഴ്സ് ഒക്കെ ഇഷ്ടമാണ്, അല്ലെങ്കിൽ മിസ്റ്ററി ഇഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ട് അവൻ മേടിച്ചുകൊണ്ടുവന്ന ബുക്കാണ്, അവിടെ നിന്ന് കൊണ്ടുവന്ന ബുക്കാണ്. ഇതും അതിൻ്റെ കൂടെ ഉള്ളതാണ്, ജെഫ് എബോട്ടിൻ്റെ ഫിയർ എന്ന് പറയുന്ന ബുക്ക്. ഇതെന്ന് പറയുന്നത് ഡയറി ഓഫ് യങ് ഗേൾ ആൻ ഫ്രാങ്കിൻ്റെ. ഇതെനിക്കൊരു ക്രിസ്മസ് ഗിഫ്റ്റ് കിട്ടിയത്, നമ്മൾ ഈ ക്രിസ്മസ് ഗിഫ്റ്റ് മറ്റേ ലോട്ടൊക്കെ ഇടുമല്ലോ, അങ്ങനെ കിട്ടിയ ബുക്കാണ്. അപ്പം ഇതും എന്താ പറയുന്ന അത്യാവശ്യമല്ല, ഫേമസ് ആയിട്ടുള്ള ബുക്കാണ്. പിന്നെ നെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് ബഷീറിൻ്റെ പ്രേമലേഖനം, ഒരു ഷോർട്ട് ബുക്കാണ്. ഒരു എത്ര പേജുണ്ട്, 55 പേജസ് ഉള്ള ഒരു ചെറിയ ബുക്കാണ്. ഒറ്റ ഇരുപ്പിന് വായിച്ചു തീർക്കാൻ പറ്റുന്നത്. ഇതെൻ്റെ ഫ്രണ്ട് വിനീത് എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. അവൻ ഏറ്റവും കൂടുതൽ മലയാളം ബുക്സൊക്കെ വായിക്കുന്നത്, നല്ല രീതിയിൽ ഒരുപാട് ബുക്സ് വായിച്ചിട്ടുണ്ട്. ഒരുപാട് ബുക്സ്, എനിക്ക് കുറേയൊക്കെ മലയാളം ബുക്സിൻ്റെ സജഷൻസ് പറയുന്നത് വിനീതാണ്. അപ്പോൾ വിനീത് അന്ന് ജസ്റ്റ് റാൻഡം ആയിട്ടൊരു ദിവസം മേടിച്ചുകൊണ്ടുവന്ന ബുക്കാണ് പ്രേമലേഖനം എന്ന് പറഞ്ഞ ബുക്ക്. ഞാനും ഒരു ബുക്ക് ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇത് നീർമാതളം പൂത്ത കാലം. അത് തിരിച്ച് ഞാൻ ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വായിച്ചിട്ടില്ല, ജസ്റ്റ് കൊടുത്തതാ. അവനത് ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് മേടിച്ചു കൊടുത്തതാ. ഇത് അത്യാവശ്യം നല്ലൊരു ബുക്കാണ്. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, ഈ ബുക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഒരു മാനിഫെസ്റ്റേഷൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതായത് ഈ ഒരു ബുക്ക്, ഞാൻ ഈ പറയാൻ പോകുന്ന ആ ബുക്ക് എന്ന് പറയുന്നത്, ഞാൻ ആ ഒരു ബുക്ക് തേടി ഒരുപാട് അലഞ്ഞിട്ടുണ്ട്. അതായത് വലുതായിട്ട് കിട്ടാണ്ടുള്ള ബുക്കൊന്നുമല്ല. ഈ ബുക്ക് ഞാൻ വേടിക്കണ്ട. അതായത് ഞാൻ ഇത് വേടിക്കണം എന്ന് പ്ലാൻ ചെയ്ത് പോകുമ്പോഴൊന്നും നടക്കാറില്ല. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വെച്ചിട്ട് അതങ്ങ് തട്ടിമുട്ടി പോകാറാണ് പതിവ്. പിന്നെ ചില സമയത്ത് ഞാൻ ഒരു ബുക്ക് സ്റ്റാളിൽ ഫ്രണ്ടിൽ വരെ വന്നിട്ട് ഇത് എടുത്ത് നോക്കിയിട്ട് തിരിച്ച് വെച്ചിട്ട് വന്നിട്ടുള്ള ഒരു സംഭവമുണ്ട്. എനിക്കിത് വായിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷേ എന്താ പറയുക, ഈ ഒരു ബുക്ക് എൻ്റെ കൈ കിട്ടിയിട്ടില്ല. അങ്ങനൊരു ബുക്കാണ്. പക്ഷേ അങ്ങനെ ഇരിക്കുന്ന ബുക്ക് ഞാനതൊക്കെ മറന്ന് കുറേ നാൾക്ക് ശേഷം ഞാൻ ബി.എഡിന് കയറി. ബി.എഡിന് ട്രെയിനിങ്ങിന് ഞാൻ അയലറ ഗവൺമെൻറ് HS സ്കൂളിലാണ് ബി.എഡിൻ്റെ ടീച്ചിങ് പ്രാക്ടീസിന് പോയിരുന്നത്. അപ്പം അവിടെ ഞാൻ ഒരാൾ മാത്രമേ ഉള്ളായിരുന്നു, ബി.എഡിന് ട്രെയിനിങ്ങിന് ഒരാൾ മാത്രമേ ഉള്ളൂ, എൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്തുള്ള സ്കൂൾ. അപ്പോൾ ആ ഒരു 2 months ഞാൻ അവിടെ പഠിപ്പിച്ച് കഴിഞ്ഞ് ഇറങ്ങാൻ നേരത്തെ എനിക്കൊരു ഫെയർവെൽ പോലെ, എനിക്കൊരു ഫെയർവെൽ പോലെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഫെയർവെല്ലിന് അപ്പം ഞാൻ ഈ ഒരു ടൈമിൽ ഞാൻ ബുക്കൊക്കെ വായിക്കും. അതായത് എൻ്റെ കയ്യിലൊരു ബുക്ക് എപ്പോഴും കാണും. ഫ്രീ ടൈം കിട്ടുമ്പോഴൊക്കെ, ക്ലാസ്സസ് കുറവായിരുന്നു, അതുകൊണ്ട് ഫ്രീ ടൈം കിട്ടുമ്പോഴൊക്കെ അവിടെ ഇരുന്ന് വായിക്കാറുണ്ട്. അപ്പോൾ ഞാൻ വായിക്കുന്നത് സ്റ്റാഫ് റൂമിൽ തന്നെയാണ് ഞാൻ ഇരുന്നത്. അപ്പം സ്റ്റാഫ് റൂമിൽ ടീച്ചേഴ്സൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം എൻ്റെ ഫെയർവെല്ലിൻ്റെ ആ ഒരു ടൈമിൽ അവിടുത്തെ സാറ് പോയി പുറത്തുനിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്ന ബുക്കാണ് ബറീഡ് തോട്ട്സ് എന്ന് പറയുന്ന ജോസഫ് അന്നംകുട്ടിയുടെ. ഈ ഒരു ബുക്ക് എനിക്ക് ഗിഫ്റ്റ് പേപ്പറിൽ പൊതിഞ്ഞിട്ടാണ് തന്നത്. ഈ ഒരു ബുക്ക് ഞാൻ പൊതി കഴിച്ച് നോക്കിയപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. മാനിഫെസ്റ്റേഷൻ എന്നൊക്കെ പറയുന്നത് ഭയങ്കര, ഇതെനിക്ക് വാങ്ങിക്കുന്നതിനേക്കാളും ആരെങ്കിലും ഇത് ഗിഫ്റ്റ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അത് കറക്റ്റ് അതുപോലെ ഇത് പൊട്ടിച്ചപ്പോഴത്തേക്ക് ഞാൻ ഞെട്ടിപ്പോയി. അപ്പോൾ സാർ അവിടെ ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു. അപ്പോഴത്തേക്ക് ഇത് പൊട്ടിച്ചിട്ട് ഞാൻ എണീറ്റ് എന്ന് പറഞ്ഞു. എനിക്ക് അറിയത്തില്ല എങ്ങനെ പറയണമെന്ന്. ഞാൻ ചിലപ്പോൾ പറയുന്ന കള്ളമാണെന്ന് വിചാരിക്കും എല്ലാവരും, പക്ഷെ സത്യമായിട്ടുള്ള കാര്യമാണ്. ഞാൻ എണീറ്റ് നിന്ന് പറഞ്ഞത് ഈ ഒരു ബുക്ക് ഞാൻ വാങ്ങിക്കാനായിട്ട് എൻ്റെ ബക്കറ്റ് ലിസ്റ്റിൽ ഇട്ട് ഇങ്ങനെ ഇരുന്ന ആ ഒരു ബുക്കായത് ജോസഫ് അന്നംകുട്ടിയുടെ ബറീഡ് തോട്ട്സ്. അപ്പം ഈ ഒരു ബുക്ക് എൻ്റെ കൈ കിട്ടിയപ്പോൾ എനിക്ക് തോന്നിയ കുറച്ച് കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് എന്താ പറയുക, നമ്മുടെ ലൈഫിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന കാര്യം അല്ലെങ്കിൽ നമുക്ക് അർഹതപ്പെട്ട കാര്യങ്ങൾ എത്ര വൈകിട്ടാണെങ്കിലും ഉറപ്പായിട്ട് അത് നമ്മുടെ കൈകളിൽ എത്തും. അത് ഏതെങ്കിലും ഒരു രീതിയിൽ നമ്മുടെ കൈകളിലെത്തും. അതൊരു ചെറിയ ബുക്കാണെങ്കിൽ പോലും അത് ഉറപ്പായിട്ട് നമ്മുടെ കയ്യിൽ, നമുക്ക് അർഹതപ്പെട്ട കാര്യങ്ങൾ എന്താണോ അത് അറ്റ് ലാസ്റ്റ് നമ്മുടെ കയ്യിലെത്തും. അതാണ് എനിക്ക് ഈ ഒരു ബുക്ക് കിട്ടിയപ്പോൾ ആ മൊമെൻറ്റിൽ എനിക്ക് തോന്നിയത് ആ ഒരൊറ്റ കാര്യമാണ്. അപ്പോൾ ഇത്രയാണ് എൻ്റെ ബുക്ക് കളക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ബുക്സ് എല്ലാം ഞാൻ വാങ്ങിച്ച ബുക്സ്. അപ്പം ഞാൻ ഈ പറഞ്ഞത് കൂടാണ്ട് പുറത്ത് കൊടുത്ത ഫ്രണ്ട്സിന് കൊടുത്ത കുറച്ച് ബുക്സും കൂടെ ഉണ്ട്. അപ്പോൾ ബുക്ക് വായിക്കുന്ന ആ ഒരു സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ടൈം, ഞാൻ കുഞ്ഞിലാണ് ബുക്ക് വായിക്കുന്നത്. വാപ്പിയുടെ ബുക്സാണ് കൂടുതൽ വായിക്കുന്നത്. വാപ്പി ലൈബ്രറിയിൽ നിന്ന്
വായിച്ച ബുക്സാണ് ഞാൻ വായിച്ച് തുടങ്ങിയത്. അപ്പോൾ എനിക്ക് വലിയ ബുക്സ് കളക്ഷൻ ഒന്നും ഇല്ലായിരുന്നു. പിന്നെ കൂടുതലും ഞാൻ എൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ആയിട്ടുള്ള അലീഷയുടെ നിന്ന് ബോറോ ചെയ്ത് വായിച്ച് തിരിച്ചു കൊടുക്കും. പിന്നെ ലൈബ്രറിയിൽ നിന്ന് എടുത്ത് വായിച്ച് തിരിച്ചു കൊടുക്കും. പിന്നെ സ്കൂൾ ലൈബ്രറിയിൽ നിന്ന് എടുത്ത് വായിച്ചിട്ട് നമ്മൾ തിരിച്ചു കൊടുക്കണമല്ലോ. അങ്ങനെയൊക്കെ വാങ്ങിച്ചുകൊണ്ടിരുന്നതാണ്. അതിൻ്റെ എന്റെ കളക്ഷൻ നോക്കാം. അങ്ങനെ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ വായിച്ചത് 2 സ്റ്റേറ്റ്സ് അങ്ങനെ വായിച്ചത്, ഹാഫ് ഗേൾ ഫ്രണ്ട് അങ്ങനെ വായിച്ചത്, അങ്ങനെ കുറച്ചധികം ബുക്സ്. പിന്നെ ദ ഇംഗ്ലീഷ് ടീച്ചർ അതൊക്കെ വായിച്ചിട്ട് തിരിച്ചു കൊടുത്ത ബുക്സ്. അതൊന്നും എൻ്റെ കയ്യിൽ കളക്ഷൻ ആയിട്ടില്ല. അതൊക്കെ തിരിച്ചു കൊടുത്തു. അതിന് ശേഷമാണ്, കുറേ നാൾക്ക് ശേഷമാണ് ബുക്സ് വാങ്ങിക്കണം, ഇങ്ങനെ സ്റ്റോർ ചെയ്യണം ഒരു മിനി ലൈബ്രറി പോലെ. നാളെ എനിക്ക് വീണ്ടും വായിക്കണം എന്ന് തോന്നിയില്ലെങ്കിലും ഇസാന് നാളെ ഇതൊക്കെ വായിക്കാൻ പറ്റുമല്ലേ? ഇതൊക്കെ വായിക്കുമോ? ഈ ബുക്സ് ഒക്കെ വായിക്കുമോ? വലിയ വലിയ ബുക്സ് ഒക്കെ വായിക്കുമോ വലുതാകുമ്പോൾ? അപ്പം അവന് നാളെ വായിക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ കളക്ട് ചെയ്ത് വെച്ച കുറച്ച് ബുക്സാണ് നിങ്ങളെ കാണിച്ചത്. ഇനി നെക്സ്റ്റ് എന്താ കാണിക്കാൻ പോന്നേ? എന്റെ ബുക്ക് കളക്ഷൻ. ഇങ്ങോട്ട് നിന്ന് പറ. നെക്സ്റ്റ് എന്താ കാണിക്കാൻ പോന്നേ? എന്റെ ബുക്ക് കളക്ഷൻ. മോന്റെ ബുക്ക് കളക്ഷൻ. അപ്പൊ ഏതൊക്കെയാന്ന് പറ. അപ്പൊ ഇസുവിന്റെ ഫസ്റ്റ് ബുക്കാണ്. ഏതാ ഈ ബുക്ക്? ഏതാ? രാക്ഷസന്റെ ബുക്ക്. ആരുടെ? രാക്ഷസന്റെ ബുക്ക്. ഇതിനകത്ത് ക്യാരക്ടർ ആരാ? ക്യാരക്ടറിന്റെ പേരെന്തുവാ? കുട്ടീന്റെ പേരെന്തുവാ? ഇതിനകത്തുള്ള കുട്ടീന്റെ പേരെന്തുവാ? ജാക്ക്. ജാക്ക്. അപ്പൊ ഇത് ഈ സ്റ്റോറി എന്തോ? ഇത് സ്റ്റോറി എന്തോ? ജാക്കും അമ്മയും ഒരു വീട്ടിൽ താമസിച്ചു ഒരു രാക്ഷസനുണ്ട്. അപ്പൊ അവന്റെ ഫസ്റ്റ് ബുക്കാണ് ജാക്ക് ആൻഡ് ദ ബീൻ സ്റ്റോക്ക്. ഒരു പയറ് ഇടുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? അത് വളർന്ന് മരം പോലെ ആവും. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? അതിൽ പിടിച്ച് ജാക്ക് കയറി പോകുന്നത് രാക്ഷസന്റെ വീട്ടിലെത്തുന്ന ആ ഒരു സ്റ്റോറിയാണ് ഇത് ഫുള്ള്, അല്ലേ? നെക്സ്റ്റ് ബുക്ക് ഏതാ? ദ ജിറാഫ് ആൻഡ് ദ പെല്ലി ആൻഡ് മീ. ഇതിനകത്ത് എന്തോ ഒരു ജിറാഫിന്റെയും പിന്നെ പെല്ലിന്റെ ഒരു സ്റ്റോറിയാ. ഇഷ്ടപ്പെട്ട ബുക്കാണോ? ഇതെന്റെ ഫേവറേറ്റ്. പിനാക്കിയോന്റെ ബുക്ക്. ഇത് എന്തോ ബുക്കാ? ഇതിന്റെ സ്റ്റോറി എന്തോ? ആരുടെ മൂക്കാ വളരുന്നത്? പിനാക്കിയോന്റെ മൂക്ക് വളരുന്ന സ്റ്റോറിയാ. എന്താ ബുക്കാ? ബാലരമ. ഇതിലെ ഏറ്റവും ഫേവറേറ്റ് സ്റ്റോറി ഏതാ കുഞ്ഞിന്റെ? അല്ല, പറഞ്ഞാ മതി. എനിക്ക് ലുട്ടാപ്പി ഇഷ്ടമാ. സൂത്രൻ ചേറു ഇഷ്ടമാണ്. മായാവിന്റെ മായാവി. എന്നിട്ട് കുറുക്കൻ ഒരു കുറുക്കനെ പിടിച്ചോണ്ട് പോകുന്ന ഇഷ്ടം. ഇത് ആരുടെ സ്റ്റോറിയാ? അലാദീൻ ആൻഡ് ദ മാജിക് ലാമ്പ്. എന്തുവായിരുന്നു? ഇങ്ങോട്ട് വാ. അലാദീനെ. പിന്നെ ആരാ ഇതിനകത്ത് ഉള്ളതാരാ? അലാദീന്റെ കൂടെ ഉള്ളതാരായിരുന്നു? ഒരു കുപ്പിന്ന് പുക പോലെ വന്നു. ഭൂതം വരുന്നത്. അലാവുദ്ദീന്റെ ബുക്കാണ്. ഇതെന്തുവാ? ഇത് എന്റെ ഫേവറേറ്റ്. ഇത് ഒരുപാട് സ്റ്റോറീസ് ഉള്ള 101 പഞ്ചതന്ത്ര സ്റ്റോറീസ് ഉള്ള. ഇങ്ങോട്ട് വന്നാ നിക്ക്. പഞ്ചതന്ത്ര സ്റ്റോറീസ് ഉള്ള ബുക്കാണ്. ഇതിൽ ഏറ്റവും ഫേവറേറ്റ് സ്റ്റോറി ഏതാ? ഐസുവിന്റെ ഏറ്റവും ഫേവറേറ്റ് സ്റ്റോറി ഏതാ? ദ ക്ലവർ ഹെയറിന്റെ, റാബിറ്റിന്റെ, സിംഹത്തിന്റെയും റാബിറ്റിന്റെയും. അതെന്തുവായിരുന്നു കഥ? ഒരു സിംഹം ഒരു മുയല് വന്ന് പറഞ്ഞ് ഒരു കുളത്തിൽ സിംഹം ഉണ്ടെന്ന് പറഞ്ഞു. ഒറ്റ ചാടിയപ്പോ പോയി വീണ്. അതാണോ കഥ സ്റ്റോറി? അതാണോ ഫേവറേറ്റ് സ്റ്റോറി കുഞ്ഞിന്റെ? അത്രയുള്ള എന്റെ കളക്ഷൻ. ഇനിയും ബുക്സ് ഒക്കെ വാങ്ങിക്കണം. ഇനി എന്റെ ബുക്സ് ഒക്കെ വായിക്കണം. എല്ലാ കൂട്ടുകാരും നല്ലപോലെ ബുക്സ് വായിക്കണം. എനിവേ, ഞങ്ങളുടെ ബുക്ക് കളക്ഷന്റെ വീഡിയോ ഇത്രേ ഉള്ളൂ. If you like hearing from me, please watch my other videos. അപ്പോൾ ബൈ പറയാം. അപ്പോൾ ഇത്രേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. Stay tuned and bye. Bye.